തങ്ങളുടെ പക്കൽ കള്ളപ്പണമോ ആരെയെങ്കിലും പറ്റിച്ചുണ്ടാക്കിയ പണമോ ഇല്ലെന്നും മരിച്ചിട്ടും ഡോക്ടർ CJ റോയിയെ വേട്ടയാടുകയാണെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ്. കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ഒരാൾക്കും ആശങ്ക വേണ്ടെന്നും മുൻപ് പ്രവർത്തിച്ചിരുന്ന അതേ ഊർജത്തോടെ മുന്നോട്ടു പോകുമെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് പറഞ്ഞു. കമ്പനിയുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് ജോസഫ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. CJ റോയ് മരിച്ച 7ാം ദിവസമാണ് കമ്പനി പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. CJ റോയിയുടെ ആകസ്മിക വിയോഗം നിക്ഷേപകർക്കിടയിൽ സ്വാഭാവികമായ ആശങ്കകൾക്ക് വഴിവെച്ചതായും നിരവധി പേർ തങ്ങളെ ബന്ധപ്പെട്ടിരുന്നതായും ജോസഫ് പറഞ്ഞു. മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ബംഗളൂരുവിലെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ തുടരേണ്ടി വന്നതിനാൽ അത് സാധിക്കാതെ പോയെന്നും അദ്ദേഹം വിശദീകരിച്ചു. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ കേരളത്തിലെത്തുമെന്ന് റിപ്പോർട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ കേരളവും ബംഗളൂരുമാണ്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷമായി ബംഗളൂരുവിൽ അപ്പാർട്ട്മെന്റുകളുടെ നേരിട്ടുള്ള നിർമ്മാണത്തെക്കാൾ മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ജോസഫ് വ്യക്തമാക്കി. വലിയ ഭൂമി വാങ്ങി മറ്റ് ബിൽഡർമാർക്ക് സംയുക്ത വികസനത്തിനായി നൽകുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിരുന്നു ഈ മാറ്റം. കേരളത്തിലെ കമ്പനിയുടെ ചുമതലകൾ കഴിഞ്ഞ 15 വർഷമായി താൻ നേരിട്ടാണ് നിർവഹിക്കുന്നതെന്നും ഇത് മുന്നോട്ടും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കമ്പനി പണം നൽകാനുണ്ടെന്നും തട്ടിപ്പ് നടത്തിയെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഷ്ടപ്പെട്ട് ജോലി ചെയ്തും മികച്ച രീതിയിൽ നിർമ്മാണവും വിപണനവും നടത്തിയും മുന്നോട്ടു പോകുന്ന സ്ഥാപനമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. നിലവിലെ വെല്ലുവിളികൾക്കിടയിലും കോൺഫിഡന്റ് ഗ്രൂപ്പ് സാധാരണ നിലയിൽ മുന്നോട്ടു പോകുമെന്നും നിക്ഷേപകർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കമ്പനി MD ഉറപ്പു നൽകുകയും ചെയ്തു. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് രൂപീകരിച്ച SIT വൈകാതെ കേരളത്തിലെത്തും. റോയിയുടെ മരണത്തിലേക്ക് നയിച്ച മാനസിക സമ്മർദ്ദത്തിന് പിന്നിൽ കൊച്ചിയിലെ ഏതെങ്കിലും ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കർണാടകയിൽ നടന്ന റെയ്ഡുകൾക്ക് പിന്നാലെ റോയ് വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നും വിഷാദ രോഗത്തിന് ചികിത്സ തേടിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിയിലെ ഓഫീസുകളിലും ഇതേക്കുറിച്ച് സംഘം മൊഴിയെടുത്തേക്കും. ബിസിനസ് ലോകത്തെ അതികായനായിരുന്ന CJ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമായിട്ടില്ല. ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായിരുന്ന റോയിയെ ജനുവരി 30-ന് സ്വന്തം ഓഫീസിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഡിസംബറിലെ ആ നിർണായകമായ 48 മണിക്കൂറുകളിലേക്കാണ്. ആദായ നികുതി വകുപ്പിനെതിരെ നിയമയുദ്ധം പ്രഖ്യാപിച്ച് ഹൈക്കോടതിയിലെത്തിയ റോയ് വെറും 2 ദിവസത്തിനുള്ളിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് എന്തിനെന്ന ദുരൂഹത നീക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീവ്ര ശ്രമം തുടങ്ങിക്കഴിഞ്ഞു.